ഇപ്പം ഞാൻ ചെയ്തതാണ് കുറ്റം. നിങ്ങൾ രണ്ടുപേരും കൂടെ കളിച്ച നാടകമല്ല. പിന്നെ നിങ്ങളുടെ മോളെ ഇവിടെ വരെ എത്തിച്ചതും അതാണല്ലോ. അവൻ പരിഭവത്തോടെ പറഞ്ഞു. അത് കേട്ടതും അനു ഒന്നും മനസ്സിലാവാതെ നിന്നു. അനു കിഷോറിനെ ഒന്ന് നോക്കി. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും. എന്താ, ആർക്കൊന്നും മനസ്സിലായില്ലേ? ശരി, ഞാൻ പറയാം. അല്ല, വേണ്ട, ഇതൊക്കെ ചെയ്തു കൂട്ടിയ ആൾ തന്നെ പറയട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൻ നീരവിനെ നോക്കി. അത് കണ്ടതും നീരവ് ഉടനെ തന്നെ പുറത്തേക്ക് പോയി. ശേഷം നിഖിതയെയും വിളിച്ചു കൊണ്ടുവന്നു. അവളെ കണ്ടതും അനു ഒന്ന് ഞെട്ടി. നിഖിത മുഖവും കുനിച്ചുകൊണ്ട് നീരവിനോടൊത്ത് സ്റ്റേജിലേക്ക് കയറി. ശേഷം ഗൗതമിന് അഭിമുഖമായി നിന്നു. ഗൗതം അവളെ അറപ്പോടെ നോക്കി. പിന്നീട് പറഞ്ഞു, എന്താ നോക്കി നിൽക്കുന്നേ? പറ, നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ. എല്ലാവരും അറിയട്ടെ നിന്റെ മഹത്വങ്ങൾ. അത് കേട്ടതും നിഖിത തല കുനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു തുടങ്ങി. അന്ന് ഞാൻ ഒളിച്ചോടിയത് തന്നെയായിരുന്നു. അല്ലാതെ എന്നെ ആരും തട്ടിക്കൊണ്ട് പോയതല്ല. ഞാൻ പോയത് ആനന്ദിൻ്റെ കൂടെയായിരുന്നു. അത് കേട്ടതും അനു ഞെട്ടിത്തരിച്ചു നിന്നുപോയി. എന്ത്, ആനന്ദിൻ്റെ കൂടെ? അവൾ അത്ഭുതത്തോടെ പറഞ്ഞു. ആ അതെ, ആനന്ദിൻ്റെ കൂടെ തന്നെ. കഴിഞ്ഞില്ല, ഇനിയുണ്ട് ഒരുപാട്. പറയടി, അവൻ ഉച്ചത്തിൽ പറഞ്ഞു. അത് കേട്ട് നിഖിതയൊന്ന് ഞെട്ടി. ശേഷം അവൾ തുടർന്നു. ഞാൻ ആനന്ദുമായി ബാംഗ്ലൂരിൽ വെച്ച് മാമിയുടെ വീട്ടിൽ താമസിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് ആ പ്രണയത്തിലായത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഗൗതമിനോടെല്ലാം പറയാൻ നിന്നതായിരുന്നു. പക്ഷെ അമ്മ എന്നെ തടഞ്ഞു. കാരണം അമ്മയുടെ കണ്ണ് ഗൗതമിൻ്റെ പ്രോപ്പർട്ടീസിൽ മഞ്ഞളിച്ചിരുന്നു. അതുകൊണ്ട് അമ്മ ആനന്ദുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാനും എന്നിട്ട് ഗൗതമിനെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും അമ്മയുടെ വാശിക്ക് മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നു. പിന്നെ വിവാഹ ദിവസം ആനന്ദെന്നെ വിളിച്ചു. ഞാൻ അവൻ്റെ കൂടെ ചെന്നില്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മണ്ഡപത്തിൽ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുമെന്നും എന്നിട്ട് എന്നെ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഒന്നും ചിന്തിക്കാതെ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. പിന്നെ ഒരു മാസത്തോളം ആരുമായും കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ അമ്മയും അച്ഛനും ചേട്ടനും ഒക്കെ എങ്ങനെയൊക്കെയോ തിരഞ്ഞു പിടിച്ച് ഞങ്ങളെ കണ്ടെത്തി. പിന്നെ അമ്മ എവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അപ്പം അമ്മയുടെ കൂടെ തിരിച്ചു വന്നില്ലെങ്കിൽ ചത്ത് കളയുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ആനന്ദിനെ ഉപേക്ഷിച്ച് തിരിച്ചിങ്ങോട്ട് പോന്നു. പിന്നെ ഇവിടെ എത്തിയ ശേഷം എങ്ങനെ ഗൗതമിൻ്റെ മനസ്സിലേക്ക് തിരിച്ചു കയറണമെന്നായിരുന്നു അമ്മയുടെയൊക്കെ ചിന്ത. അപ്പോഴായിരുന്നു ഒരു ഭാഗ്യം പോലെ എൻ്റെ കസിൻ ബ്രദർ ഹേമന്തിൻ്റെ ഫ്രണ്ട് ജീവ അനുവിൻ്റെ അനിയത്തി ആനന്ദിതയുമായി പ്രണയത്തിലാകുന്നതും പിന്നെ അവർ പ്രഗ്നൻ്റ് ആകുന്നതും. അതൊക്കെ അവരെന്നോട് പറഞ്ഞു. പിന്നെ അത് വെച്ചായിരുന്നു അമ്മ എന്നോട് കളിക്കാൻ ആവശ്യപ്പെട്ടത്. അനുവിൻ്റെ അച്ഛനെ അനന്തിതയുടെ കാര്യങ്ങളെല്ലാം അറിയിച്ച് പുറത്തറിയിക്കുമെന്നും അവളും അവനും തമ്മിലുള്ള പലതരത്തിലുള്ള ഫോട്ടോസ് ഇൻ്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി എൻ്റെ ഒളിച്ചോടൽ അയാൾ നടത്തിയ തട്ടിക്കൊണ്ടുപോവലാക്കിയതും പിന്നെ അന്ന് അയാളെ കൊണ്ട് ഗൗതമിൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചതൊക്കെ പറയിപ്പിച്ചതൊക്കെ അമ്മയുടെ കുരുട്ടുബുദ്ധി തെളിഞ്ഞതായിരുന്നു. ഒപ്പം അന്ന് ഞാൻ ഗൗതമിനോട് ഞാൻ ഗർഭിണിയാണെന്നും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അവൻ്റേതാണെന്നും കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി. കൂടെ അതിൻ്റെയൊക്കെ ഫേക്ക് പേപ്പേഴ്സും കാണിച്ചു കൊടുത്തു. എന്നിട്ട് എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ സത്യം മുഴുവൻ എല്ലാവരോടും വിളിച്ചു പറയുമെന്നും ഞാൻ മരിച്ചു കളയുമെന്നും പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഗൗതം എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതും അനുവിനെ വേണ്ടാന്ന് വെച്ചതും. ഇപ്പം ഇവിടെ സംഭവിച്ചതിനൊക്കെ കാരണം ഞാനാണ്. പൊറുക്കാൻ പറ്റില്ലെന്നറിയാം. എങ്കിലും മാപ്പ് തരണം. കൈകൂപ്പിക്കൊണ്ട് അവൾ അത്രയും പറഞ്ഞു തീർത്തതും അനു കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ഒരു പാവിയെപ്പോലെ അവിടെ തന്നെ നിന്നു. ആ സമയം നിഖിത പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൾക്ക് പുതുമയേറിയതായിരുന്നു. ബാക്കി എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. കാരണം ഇതറിയാൻ അവൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആനന്ദിൻ്റെ കാര്യം അനുവിനും അവളുടെ കുടുംബത്തിനും ഒരുപോലെ ഷോക്കായിരുന്നു. ഇതെല്ലാം കേട്ടൊരു നിമിഷം അനു മൗനം പാലിച്ചു. ശേഷം അവൾ കിഷോറിൻ്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. ശേഷം അനു കിഷോറിൻ്റെ കാലുകളിലേക്ക് വീണുകൊണ്ട് മാപ്പ് പറഞ്ഞു. സത്യമറിയാതെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയതിനൊക്കെ ആ സമയം അവൾ പൊട്ടിക്കരയുകയായിരുന്നു. പെട്ടെന്ന് തന്നെ കിഷോർ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശേഷം പറഞ്ഞു, അല്ല മോളെ, മാപ്പ് പറയേണ്ടത് അച്ഛനാണ്. എൻ്റെ ഒരു മകൾക്ക് വേണ്ടി മറ്റൊരു മകളുടെ ജീവിതം തകർത്തതിന് അത്രയും നീചനായ അച്ഛനാണ്. മോളെന്നോട് ക്ഷമിക്കണം. നമ്മുടെ നന്ദുവിൻ്റെ മാനം രക്ഷിക്കാൻ അച്ഛനത് ചെയ്യേണ്ടി വന്നു. അത് പറയുമ്പോഴും അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അനു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടൊരു നിമിഷം അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം കണ്ണുകൾ നിറഞ്ഞു. പിന്നെ അനു അദ്ദേഹത്തിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് നന്ദുവിൻ്റെ അരികിലേക്ക് പോയി. എന്നിട്ട് അവളെ വാത്സല്യത്തോടെ ഒന്ന് നോക്കി. അപ്പോഴേക്കും നന്ദു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനുവിനെ വാരി പുണർന്നിരുന്നു.
സോറി ചേച്ചി. ചേച്ചിക്ക് സംഭവിച്ചതിനെല്ലാം കാരണം ഞാൻ. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. പിന്നെ അനു ഒരു വിധത്തിൽ അവളെ സമാധാനിപ്പിച്ചു. ശേഷം അവളുടെ കണ്ണുകൾ ഉളക്കിയത് നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഗൗതമിലാണ്. അത് കണ്ടതും അനു അവനിൽ നിന്നും മുഖം വെട്ടിച്ചു. അതവനെ ചെറുതായിട്ടൊന്ന് വേദനിപ്പിച്ചു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് ഗൗതം. നിറഞ്ഞ പുഞ്ചിരിയോടെ ആനന്ദ് ഗൗതമിന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അത് കണ്ടതും എല്ലാവരും സംശയത്തോടെ അവരെ നോക്കി. അത് കണ്ടിട്ടാവണം അവൻ പറഞ്ഞു തുടങ്ങിയത്. നിഖിത ഇങ്ങോട്ട് വന്നതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ ഞാനും അവളെ തിരഞ്ഞിങ്ങോട്ട് വന്നിരുന്നു. ഇവിടെ എത്തി ഇവളെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അപ്രതീക്ഷിതമായി ഗൗതമിനെ കാണുന്നത്. പിന്നെ ഞാൻ അവനോടെല്ലാം പറഞ്ഞുകൊണ്ട് സഹായം തേടി. സത്യം പറഞ്ഞ അപ്പോഴാണ് ഞാൻ അവളും അവളുടെ കുടുംബവും കൂടെ പറ്റിക്കാൻ പോകുന്നത് ഗൗതമിനെയാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചായിരുന്നു കഥ പോയത്. പിന്നെ ഞാനും ഗൗതമും കൂടെ നിഖിതയെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിപ്പിച്ചു. പിന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ അനുവിൻ്റെ അടുത്തേക്ക് വരാൻ നിന്നപ്പോഴാണ് അനുവിന് കല്യാണം നോക്കുന്ന കാര്യം അറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല. അവളെ കാണാൻ വരുന്ന ആളെ മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്ത് ആനന്ദിനെ വെച്ചു. അങ്ങനെ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചു. പിന്നെ ഇത് അനുവിന് ഞങ്ങളുടെ വകയുള്ള ചെറിയൊരു സർപ്രൈസും കൂടെ ആയിരുന്നു. ആനന്ദ് പറഞ്ഞു നിർത്തിയതും എല്ലാവരുടെയും മധുരങ്ങളിൽ പുഞ്ചിരി വിരിഞ്ഞു. അനുവിൻ്റേതൊഴിച്ചു. ഗൗതം അവളെ തന്നെ നോക്കി. ശേഷം അവളുടെ അരികിലേക്ക് ചെന്നു. എല്ലാവരും ആകാംക്ഷയോടെ അതിരങ്ങളിൽ ഒരു പുഞ്ചിരിയോടെ അവരെ തന്നെ നോക്കി നിന്നു. ഇനിയിപ്പോൾ എന്താ നടക്കുക? ഇവർ കിസ്സടിക്കുമോ? നീരവ് ആര്യയോടായി ചോദിച്ചു. മിണ്ടാതെ നിൽക്കണം, ആര്യ നീരവിനെ തുറുപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും നീരവ് ഒരു ചമ്മയെ ചിരിച്ചു. ശേഷം വീണ്ടും അനുവിലേക്കും ഗൗതമിലേക്കും ശ്രദ്ധ പതിപ്പിച്ചു. ഗൗതം അനുവിന് അഭിമുഖമായി നിന്നുകൊണ്ട് അവൾക്ക് നേരെ ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം പറഞ്ഞു, അപ്പോൾ അനു പോവല്ലേ? അവനത് ചോദിച്ചതും അനുവിൻ്റെ കൈ ഗൗതമിൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. നശിപ്പിച്ച് നീരവ് നിരാശയോടെ പറഞ്ഞു. ആ അടി ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഗൗതം ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. പക്ഷെ അനുവിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവുമില്ലായിരുന്നു. പിന്നെ അനു ഗൗതമിനെ ഒന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം തിരിഞ്ഞ് കിഷോറിൻ്റെ അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങി. ഓഹോ, അപ്പം നീ വരില്ല? അത് കേട്ടെങ്കിലും അനു കേട്ട ഭാവം നടിക്കാതെ നിന്നു. ശരി, നീ വരണ്ട, ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം. അതും പറഞ്ഞ് ഗൗതം അവളെ പൊക്കിയെടുത്തു. ഞാൻ കൊണ്ടുപോവാം എൻ്റെ പെണ്ണിനെ. ദേവിയെയും കിഷോറിനെയും ഒന്ന് നോക്കിക്കൊണ്ട് അതും പറഞ്ഞ് ഗൗതം അനുവിനെയും കൊണ്ട് വെളിയിലേക്ക് നടന്നു. അത് കണ്ട് എല്ലാവരും കണ്ണും തള്ളി നിൽക്കാണ്. എന്നെ വിട് ഗൗതം, മര്യാദയ്ക്ക് എന്നെ താഴെ ഇറക്കിക്കോ, അവളവൻ്റെ പുറത്തിട്ട് കുത്തിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ അതൊന്നും ഗൗതം കേട്ട ഭാവം നടിച്ചില്ല. എടോ കാലമാടോ, എന്നെ താഴെ ഇറക്കാനാണ് ഞാൻ പറഞ്ഞത്, അവൾ വീണ്ടും അവൻ്റെ പുറത്തിട്ട് തല്ലിക്കൊണ്ട് പറഞ്ഞു. അടങ്ങിയിരിക്കടി, ഇല്ല വല്ല പൊട്ടക്കഞ്ചിലും കൊണ്ടുപോയിടും. ഒട്ടും ഗൗരവം കുറയ്ക്കാതെ നല്ല ഉച്ചത്തിൽ തന്നെ അവനത് പറഞ്ഞതും അനു ഒന്നും ഞെട്ടി. പിന്നെ അവളൊന്നും മിണ്ടിയില്ല. ഗൗതം അനുവിനെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കൊണ്ടുപോയിരുത്തി. പക്ഷേ അവളെ ഇരുത്തി ഗൗതം തിരിഞ്ഞതും അനു ഇറങ്ങാൻ നോക്കി. പക്ഷെ അത് സ്പോട്ടിൽ തന്നെ ഗൗതം തിരിഞ്ഞു. അത് കണ്ടതും അവൾ അവിടെ തന്നെ ഇരുന്നു. അത് കണ്ടപ്പോൾ ഗൗതമിന് ചിരി വന്നെങ്കിലും അവനത് കടിച്ചു പിടിച്ചു. പിന്നെ ഗൗതം ഡ്രൈവിംഗ് സീറ്റിൽ പോയിരുന്നു. അപ്പോഴേക്കും ആര്യയും നീരവും കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. ശേഷം ഗൗതം കാർ സ്റ്റാർട്ട് ചെയ്തു. യാത്രയിലുടനീളം അനു പുറത്തേക്ക് നോക്കിക്കൊണ്ട് മൗനം പാലിച്ചു. ഗൗതം അവളെ ഇടയ്ക്കിടെ തലചരിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അനു കണ്ട ഭാവം നടിച്ചില്ല. കുറച്ച് നിമിഷത്തെ യാത്രയ്ക്ക് ശേഷം അവർ വീട്ടിലെത്തിച്ചേർന്നു. ഗൗതം കാറിൽ നിന്നും ഇറങ്ങി അനു ഇരിക്കുന്ന ഭാഗത്തെ ഡോറ് തുറന്നു കൊടുത്തു. മുഖവും വീർപ്പിച്ചുകൊണ്ട് അനു പുറത്തേക്കിറങ്ങി. ശേഷം അവനെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ വീട്ടിലേക്ക് നടന്നു. പക്ഷെ അപ്പോഴേക്കും ലക്ഷ്മിയും ശാരദയും മേനോനും വീടിൻ്റെ മുൻവശത്ത് വന്നിരുന്നു. ശേഷം ലക്ഷ്മി നിലവിളക്കെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അനു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അത് വാങ്ങി. പിന്നീട് ഒരിക്കൽ കൂടി നവവധുവായി വലതുകാല് വെച്ചുകൊണ്ട് ആ വീടിൻ്റെ പടികൾ അവൾ കയറി. ശേഷം ലക്ഷ്മി അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു. അനു നിറഞ്ഞ പുഞ്ചിരിയോടെ അത് ഏറ്റുവാങ്ങി. ലക്ഷ്മി പറഞ്ഞു, എന്തായാലും എൻ്റെ കുഞ്ഞ് തിരിച്ചു വന്നല്ലോ, അമ്മയ്ക്കത് മതി. അതിനു പകരം അനു ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ശാരദ അവളുടെ തലമുടിയിൽ വാത്സല്യത്തോടെ ഒന്ന് തലോടി. ആര്യയെ മോളെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോകും, അവളിതൊക്കെ ഒന്ന് മാറിക്കോട്ടെ, ലക്ഷ്മി ആര്യയോടായി പറഞ്ഞു. അതനുസരിച്ച് ആര്യ അനുവിൻ്റെ മുകളിലുള്ള ഗൗതമിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരിക്കൽ കൂടി ആ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചതും അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് ഉച്ചത്തിൽ മിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ഇങ്ങനെയൊരു തിരിച്ചുവരവ് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു എന്നുറപ്പിച്ചപ്പോഴാണ് ദൈവ തീരുമാനം പോലെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അത് അവളിൽ ഉണ്ടാക്കിയ സന്തോഷം തെല്ലൊന്നുമല്ലായിരുന്നു.
പക്ഷെ ഇതൊക്കെ ചെയ്തു കൂട്ടിയതിന് ഗൗതമിനോട് അവൾക്ക് പരിഭവം ഒരുപാടുണ്ടായിരുന്നു. അനു, നടന്നതെല്ലാം നല്ലതിനാവും, അങ്ങനെ കരുതി സന്തോഷിക്കുക. അപ്പം നീ പോയി ഫ്രഷായി വാ. സ്നേഹത്തോടെ അതും പറഞ്ഞുകൊണ്ട് ആര്യ താഴേക്ക് പോയി. ഏട്ടാ, ഏട്ടത്തി ഇപ്പോഴും നല്ല കലിപ്പിലാണ്, ഇനി എന്ത് ചെയ്യും? മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുന്നതിനിടെ നീരവ് ഗൗതമിനോട് ചോദിച്ചു. അതിനല്ലടാ ഞാനുള്ളത്. അവളുടെ പിണക്കമൊക്കെ ഇന്ന് രാത്രിയോടെ ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് ഗൗതം പറഞ്ഞു.